ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്യാനും മറക്കില്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ 1.5 കപ്പോളം കടല എടുത്തിട്ടുണ്ട്. ഇത് 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കടല ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ജീരകം, ഒരു ഫ്ലേവറിനാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട, ചെറിയൊരു തരിയുള്ള രൂപത്തിൽ നമുക്കതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ ഒരു സവോള, മല്ലിയില, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചെറുതായിട്ടരിഞ്ഞത്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 കപ്പ് കടലമാവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കടലമാവിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം. കട്ട്ലേറ്റിൻ്റെ ഷേപ്പോ പരിപ്പ് വടയുടെ ഷേപ്പോ ഒക്കെ ആക്കാം. ഞാൻ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പാണ് കേട്ടോ ആക്കുന്നത്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമാണ് കേട്ടോ വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അതിൻ്റെ ഉൾവശം വേവാതെ പുറം വശം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വടവട വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ ഞാനിത് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടലവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.